ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അമ്മയുടെ വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് താങ്ക്സ്. ഇനിയും മുന്നോട്ട് വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡെസേർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഗ്യാസ് കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വെക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നെയ്യ് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് മെൽറ്റായിട്ട് വരണം കേട്ടോ. അപ്പം നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. ഇനി അതിലേക്ക് നമ്മൾ 1 കപ്പ് റവ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് പാൽ ചേർക്കുന്നുണ്ട്. അപ്പം ഇതിൽ ചേർക്കേണ്ടുന്ന പാൽ നമ്മൾ ആദ്യം തന്നെ, അതായത് നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ പാലൂടെ തിളപ്പിക്കാൻ വയ്ക്കുക. ഇപ്പം 1 കപ്പ് റവയാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ 2 കപ്പ് പാൽ ഒഴിക്കണം കേട്ടോ. പാലൊഴിച്ച് വേണം നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാൻ. അപ്പം പാൽ നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റായി കിട്ടണം. നല്ലതായിട്ട് റോസ്റ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ഒരു 2 സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ ബൗൾ കണ്ടാണല്ലോ, അപ്പോൾ അതിനാണ് 1 കപ്പ് റവ എടുത്തത്. അപ്പോൾ അതിൽ 2 കപ്പ് പാലാണ് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യാം കേട്ടോ. എങ്കിലേ നമുക്കത് നന്നായിട്ട് മിക്സായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ വെച്ചപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിലായിരുന്നു ആയിപ്പോയത്. അപ്പം അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നമുക്ക് മിക്സായി എടുക്കണം. അപ്പോൾ നമ്മൾ പാലൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അത് കട്ട പിടിച്ചു പോവും, നമുക്ക് ആ ഒരു പരുവം കിട്ടത്തില്ല. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പം നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ വേറെയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരായിട്ടുണ്ടെങ്കിൽ വീഡിയോ കയറി കാണുക. അപ്പം കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ വേണം കേട്ടോ. അപ്പം നമ്മുടെ മാവ് നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ ബൗൾസായിട്ട് നമുക്ക് ആക്കിയെടുക്കാം. അപ്പം അതിനായിട്ട് കുറച്ച് മാവെടുത്ത് നമുക്കത് കൈവച്ച് തന്നെ നമുക്ക് ഓരോ ബൗൾസായിട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ബൗൾസ് എല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ നെയ്യ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ബൗൾസിലധികം വിള്ളലൊന്നും വരാതെ തന്നെ നമുക്ക് കിട്ടും. ഇനി അടുപ്പിലേക്ക് നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇപ്പം പറഞ്ഞല്ലോ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ 2 കപ്പ് പാലൊഴിക്കുക. പാലൊഴിച്ച് വെക്കുക. ഇനി അതുപോലെ തന്നെ നമ്മുടെ കോൺഫ്ലവർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം പാലൊഴിച്ച് തന്നെ യോജിപ്പിച്ച് നമുക്ക് ഈ പാലിലോട്ട് തന്നെ ഒഴിക്കാം കേട്ടോ. ഇനി അത് നമുക്ക് നന്നായിട്ട് പാലൊക്കെ തിളച്ച് കിട്ടണം. അപ്പോൾ അതിന് മുന്നായിട്ട് പഞ്ചസാര ഞാനൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരം നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ, കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ആ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് പൊടിച്ച് വെച്ചേക്കുന്ന ഏലക്കാപ്പൊടി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലേവറിന് വേറെയും ഫ്ലേവർ, ഇപ്പോൾ വാനില എസൻസോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർക്കാം. പക്ഷേ ഞാനിപ്പോൾ ഏലക്ക ഇതാകുമ്പം പ്രത്യേക ഒരു മണമാണല്ലോ. അപ്പോൾ നമ്മൾ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഈ ബൗൾസ് അതിനകത്തൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെല്ലാ ബൗൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബൗൾസ് ഇട്ട് നമ്മൾ ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, കാരണം അത് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് ബൗൾസ് എല്ലാം ഒന്ന് മുങ്ങി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം. ഒരുപാടിട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് നമ്മൾ പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം. നന്നായിട്ട് വരണം. ഒരു 2-3 മിനിറ്റെങ്കിലും നന്നായിട്ട് അതൊന്ന് തിളച്ച് കിട്ടണം കേട്ടോ. എങ്കിലേ നമുക്ക് അതിൻ്റെ ഒരു പരുവം കിട്ടും. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അത് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെർവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലിപ്പം 4 പേര് ഞങ്ങളുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനുള്ളതൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അവർ നന്നായിട്ട് കഴിക്കാൻ, മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വീഡിയോസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.